നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് റോയൽ മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സ് ആൻഡ്വർപ്പൻ. ബെൽജിയത്തിലെ ആൻഡ്വർപ്പനിലെ ഓർ ലേഡി കത്തീഡ്രൽ സന്ദർശിച്ച സമയത്താണ് അവിടെയുള്ള ചിത്രങ്ങൾ കണ്ട് പീറ്റർ പോൾ റോബൻസിനെ കുറിച്ച് അറിയാനിടയായത്. സർ പീറ്റർ പോൾ റൂബൻസിൻ്റെ ജനനം 1577 കാലഘട്ടങ്ങളിലാണ്. ജർമ്മനിയിലാണ് അദ്ദേഹം ജനിച്ചത്. വിദ്യാഭ്യാസം ജർമ്മനിയിലെ തന്നെ സീജനിലായിരുന്നു. 1589 അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണശേഷം ബെൽജിയത്തിലെ ആൻഡ്വർപ്പനിലേക്ക് താമസം മാറ്റി. 1600-608 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇറ്റലിയിലെ കൊട്ടാര ചിത്രകാരനായി ജോലി ചെയ്തു. അതിനുശേഷം തിരിച്ച് ആൻഡ്വർപ്പനിലേക്ക് വന്ന് അവിടെ വലിയ ഒരു വർക്ക്ഷോപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. ആൻഡ്വർപ്പനിലുള്ള റോയൽ മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സിൽ സർ പീറ്റർ പോൾ റൂബൻസിൻ്റെ വളരെയധികം പ്രശസ്തമായ രചനകൾ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ ക്രിസ്ത്യൻ ചരിത്രത്തിൻ്റെ പാണ്ഡിത്യപരമായ വശങ്ങളെ പരാമർശിക്കുന്നു. 62-ാം വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോൾ പ്രസിദ്ധമായ 1403 ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പ്രസിദ്ധമല്ലാത്ത ചിത്രങ്ങൾ വേറെയുമുണ്ട്. വലിയ യുദ്ധങ്ങൾ നടക്കുന്ന സമയങ്ങളിൽ ആദ്യമായി പള്ളികൾ ആക്രമിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. കൊള്ളയടിക്കപ്പെട്ട ചിത്രങ്ങൾ കപ്പലിൽ മറ്റൊരു രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടു പോകുമ്പോൾ കടലിൽ വീണ് നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് മോഡലായി ഇരിക്കാൻ സ്ത്രീകളെ ലഭിക്കാത്തതുകൊണ്ട് പുരുഷന്മാരെയാണ് അദ്ദേഹം കൂടുതലായും തിരഞ്ഞെടുത്തിരുന്നത്. 1640 മെയ് 30 ആൻഡ്വർപ്പനിൽ വെച്ച് 62-ാമത്തെ വയസ്സിൽ കടുത്ത സന്ധിവാതം മൂലം അദ്ദേഹം അന്തരിച്ചു. ചിത്രകാരന്മാരുടെ രാജകുമാരനും രാജകുമാരന്മാരുടെ ചിത്രകാരനും എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആൻഡ്വർപ്പനിലെ സെന്റ് ജെയിംസ് പള്ളിയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നു. 2018 ഏപ്രിൽ 16 ഒരു കൂട്ടം ഫോറൻസിക് വിദഗ്ധരും പുരാവസ്തു ഗവേഷകർ, ശില്പികൾ, നഗരപ്രതിനിധികൾ ഇവരുടെ നേതൃത്വത്തിൽ കല്ലറ തുറക്കുകയും DNA സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു.